ശബരിമല സ്വർണ്ണക്കൊള്ള SIT അത് വലിയ കാര്യമായി അന്വേഷിക്കാത്തതുകൊണ്ടാണ് നമ്മളും ഇപ്പൊ അതിനെക്കുറിച്ച് വലിയ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്ന വളരെ നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അതായത് ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറാണെങ്കിൽ എപ്പോഴും വാർത്തയിൽ പറയും പ്രയാർ ഗോപാലകൃഷ്ണൻ പാവമാണ്, വാസു പാവമാണ്, എനിക്കറിയാവുന്നുള്ള വാസു എല്ലായിടത്തും കിടപ്പുണ്ട്. ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തായി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടപെടലൊക്കെ നടത്താനുള്ള കാരണം? നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, നമ്മുടെ ചാനൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ഈ ചർച്ച വെച്ചായിരുന്നു. എന്തുകൊണ്ട് ശബരിമലക്കുള്ള പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുന്നില്ല? അതൊക്കെ BJPയുടെ ആയാലും കൊള്ളാം, കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയം, ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിഷയം, വൈകാരികമായ വിഷയം. അപ്പം അതിനെല്ലാം തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2019 തൊട്ടുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിൽ ഊന്നി SIT ആ ഒരു അന്വേഷണം അങ്ങ് നടത്തുന്നു. അതിനകത്ത് കുറേ ആൾക്കാരെ പിടിച്ചിടുന്ന ആൾക്കാരെ ചോദ്യം എന്തുകൊണ്ട് പിടിക്കത്തില്ല എന്ന് കോടതി ചോദിക്കുന്നതിന് ഞങ്ങൾ പിടിച്ചു. അതിനുശേഷം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് സുതാര്യമായിട്ട് ഇറങ്ങിപ്പോകാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അതിൻ്റെ കുറ്റപത്രമോ കാര്യങ്ങളോ ഒന്നും സമയത്ത് കൊടുക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തെല്ലാം പഴുതുകളിട്ടു. ഇപ്പോൾ പ്രതികളല്ല വാലെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി EDയിലൊരു പ്രതീക്ഷ, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഏജൻസി വല്ല അതിനകത്ത് EDയിൽ നിന്ന് CBIയിലേക്കോ അല്ലെങ്കിൽ ഇന്റർപോളിലേക്കോ ഒക്കെ പോകാൻ പറ്റുന്ന രീതിയാണല്ലോ ഇതിനകത്തുള്ളത്. ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ 2004 കയറ്റിയത്. 2004 കയറ്റിയപ്പോൾ തന്നെ ദുരൂഹതയുണ്ട്. 2004 കയറ്റിയപ്പോൾ അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ളത് കാർത്തികേയനെ മാറ്റിയിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവന്നു. അത് തന്നെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനകത്തും ദുരൂഹത, അന്ന് തൊട്ടേ ദുരൂഹത. ഇയാൾ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ വെളിയിൽ വരുന്ന പറഞ്ഞാൽ അയാൾ അന്ന് തൊട്ട് തന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അയാൾ വന്ന സമയം തൊട്ട് അയാൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ശബരിമലക്കൊള്ള തന്നെയാണ്. ശബരിമലക്കൊള്ള നോട്ട് ചെയ്ത ദ്വാരപാലക ശില്പമോ അതോ വാതിൽപ്പടിയോ കട്ടളപ്പടിയോ ഒന്നുമല്ല. അതിനു മുമ്പ് നമ്മൾ വിചാരിക്കാതെ പൊതിയനും പോലും അറിയാത്ത ഒരു രഹസ്യം ഇതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ കോടതിയും അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബുകൾ കാര്യം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഓരോന്ന് വന്നപ്പോഴാണ് വെളിയിൽ വന്നത്. അത് ആൻറ്റിക് ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു ദീർഘകാലമായിട്ട് ശബരിമല എന്ന് തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ തന്നെ ഓരോ ചാനലുകളും ഇതിൻ്റെ പുറകെ നടന്ന് ഓരോ തെളിവുകൾ ശേഖരിക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ റിപ്പോർട്ടറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. 2017 ഇങ്ങനെ ഒരു സംഭവം നടന്നു. എവിടുന്ന്? കോടതി വച്ചിരിക്കുന്ന അഭിഭാഷക കമ്മീഷൻ ACS കുറിപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവ് കൊടുക്കുന്നു. വളരെ പഴക്കമുള്ള 2 കൂറ്റൻ മണികളും മണിമണ്ഡപവും മാറ്റി സ്ഥാപിക്കുന്നതിനും അതിന് പുതിയതിന് സ്പോൺസറെ കണ്ടെത്തുന്നതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടപെടുന്നു. ഇവിടെ 4 കമ്പവിളക്കും ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായി മണി എവിടെ, മണിമണ്ഡപങ്ങൾ എവിടെ, അതിനെപ്പറ്റി ആരും അതിൻ്റെ പുറകിലില്ലായിരുന്നു. ആരും ആ ചോദ്യം കേട്ടില്ല, ആരും അതിന് ഉത്തരം പറഞ്ഞില്ല. നമ്മൾ വിചാരിക്കും മണിയല്ലേ പുതിയ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പണ്ട് സ്വർണം പൂശാൻ വന്നപ്പോൾ സ്വർണം 40 കിലോ സ്വർണം പൂശി, എന്ത് നല്ല കാര്യം, ശബരിമല സ്വർണ്ണത്തിളക്കത്തിലാണല്ലോ. ആ സ്വർണം പൂശുമ്പോൾ അവിടുന്ന് ഇളക്കിയെടുത്ത പഴയ പാളികൾക്കുള്ള വിലയും അതിൻ്റെ ആൻറ്റിക്കിൻ്റെ വിലയും ആ കൂട്ടിൻ്റെ കാര്യവും ഒക്കെ പിന്നെ ചർച്ചയായതാണ്. ഇപ്പോൾ പലയിടത്തും ശരിയോ തെറ്റോ നമുക്ക് അറിയത്തില്ല. അതിന് 10,000 കോടി രൂപ വരെ കിട്ടുമായിരുന്നു എന്നാണ് മറിച്ചു കൊടുത്തപ്പോൾ. അതിനാണെന്ന് പഴയ വ്യവസായി ഇപ്പോൾ ലണ്ടനിലുള്ള വിജയ് മല്യ ശ്രമിച്ചത്, അതായിരുന്നു അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞത്. അപ്പം ദുരൂഹമായിട്ട് തുടരുകയാണ്. ഇപ്പം ഈ മണി എന്ന് പറഞ്ഞാൽ ഈ കടൽ കടന്നിട്ടുണ്ടെങ്കിൽ, ഈ മണി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മണിമണ്ഡപങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ, ഈ കമ്പവിളക്കുകൾ കടൽ കടന്നിട്ടുണ്ടെങ്കിൽ കോടാനുകോടി രൂപ കിട്ടുന്നത്. അന്ന് ഇതിന് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ളതാണ്. ഈ മണി പഴയ കൂട്ടതിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ഈ മണിയുടെ പഴക്കം, ഇതിനാണല്ലോ ആൻറ്റിക് ബിസിനസ് എന്ന് പറയുമ്പോൾ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നും ഇന്നും എപ്പോഴും, ഒരുപക്ഷെ അയാൾ 2004 വന്നതിന് ശേഷം അയാളെ കൊണ്ടുവന്നത് വളരെ നിഗൂഢമായിട്ട് ആലോചിച്ച് കൂടിയാലോചനയ്ക്ക് ശേഷം, കാരണം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ഈ താന്ത്രികമുണ്ടായിരുന്ന ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇയാളെ ഇവിടെ കൊണ്ടുവരുന്നു, ഒരു അടിച്ചുതെളിക്കാരൻ്റെ റോള് കൊടുക്കുന്നു. പക്ഷേ അയാൾ അടിച്ചുതെളിക്കാരൻ്റെ റോളിൽ നിന്നുകൊണ്ട് ശബരിമലയിൽ ഇതുപോലെ പഴയ സാധനങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മണിമണ്ഡപം ചൂണ്ടിക്കാണിച്ചു, മണി ചൂണ്ടിക്കാണിച്ചു, അവിടുത്തെ ഭക്തജനങ്ങളുടെ തലയിൽ വീഴുമെന്ന് കണ്ട് കമ്പ വിളക്കുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് സ്ഥാപിച്ചു. അതിനുശേഷം നമ്മളീ പറയുന്ന പോലെ 18-ാം പടിക്ക് ചോർച്ചയുണ്ട്, ലീക്കുണ്ട്, അത് മാറ്റണമെന്ന് കാണിച്ചു. അതിനുശേഷം കോൺക്രീറ്റ് പാളി
നിർമ്മിച്ചിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ കൊടിമരത്തിന്റെ കീഴിൽ ചെതൽ ഉറുമ്പരിക്കും, കോൺക്രീറ്റിന് ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ട് അവിടെ ശബരിമലയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഉയർച്ച ഉണ്ടാവുന്നതിന് വേണ്ടി ദേവന്റെ ചൈതന്യം കൂട്ടുന്നതെന്ന് പറയുന്ന വ്യാജേന അവിടുന്ന് വലിയ വലിപ്പത്തിൽ കൊള്ള നടന്നു. വലിയ വലിപ്പത്തിൽ കൊള്ളയെന്ന് പറഞ്ഞാൽ ഇവരന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് പോലെ സ്വർണം ഉരുക്കി മാറ്റി അളവിനകത്ത് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളതല്ല. അത് അതിനകത്ത് നടന്നിട്ടുള്ള ഒരു ഏറ്റവും ചെറിയ കാര്യമാണ്. ആ കാര്യത്തിൽ മാത്രം പിടിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ മാത്രം പിടിച്ചാൽ പോലും സ്വർണത്തിന്റെ അളവ്, ആ സ്വർണം ഉരുക്കിയെടുത്തത്, ഇപ്പൊ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം ഇവർ പക്ഷേ പരിശോധിക്കുമ്പോൾ ഇവിടുന്ന് നീക്കം ചെയ്തതാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അതും കോടതിയിൽ വെറുതെ പോകത്തില്ലേ? അപ്പം ഈ ശബരിമല കൊള്ള അന്വേഷിക്കുമ്പോൾ ഓരോന്നോരോന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ പുറകിൽ ഒരു അന്വേഷണം വരും. ഇത് രേഖയുണ്ട്, അല്ലെങ്കിൽ ഈ 27/4/2017 ഈ രേഖ കൊടുത്തിരിക്കുന്നത്. അന്ന് ഈ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. ഈ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും, അതായത് കച്ചവടക്കാരനും എല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഈ പറയുന്നത്. ഇവരെല്ലാം കൂടെ നിരന്ന് നിൽക്കുന്നത്, ഇവർ പാരിതോഷ്യം കൊടുക്കുന്നത്, ഇവർ പലവട്ടം ചെന്ന് കണ്ടിരിക്കുന്നത്, അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പം ഇന്ന് നിയമസഭയിൽ പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ അവർ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആന്റിക് ബിസിനസ്സിനല്ലാതെ ഈ പറയുന്നവർ എന്തിന് സോണിയാഗാന്ധിയുടെ കൂടെ പോകുന്നു? അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയാൽ പോരെ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സോണിയാഗാന്ധി അത്തരത്തിൽ ഉത്തരം തരാത്ത സ്ഥിതിക്ക്, അതിന്റെ കൂടെ നിന്ന് എംപിമാർ ഉത്തരം തരാത്ത സ്ഥിതിക്ക് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നില്ല? സോണിയാഗാന്ധിയെ ചോദ്യത്തിനപ്പുറം ഒന്നുള്ള ആളല്ലല്ലോ. സോണിയാഗാന്ധിയെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുള്ള ആളാണല്ലോ. സോണിയാഗാന്ധി ഇതുപോലെ പല സാമ്പത്തിക ഇടപാടുകളും ബന്ധപ്പെട്ട കേസുകൾ വന്നിട്ടുള്ള ആളാണല്ലോ. ഈ ആന്റിക് ബിസിനസ്സിനെ സംശയിക്കുമ്പോൾ ഇപ്പൊ ഈ പറയുന്നത് പോലെ ED വന്നിട്ട് ദക്ഷിണേന്ത്യ മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഒരു അല്ലെങ്കിൽ കൊള്ള, അല്ലെങ്കിൽ അമ്പലം കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാഫിയയെ കണ്ടെത്തി അവിടെ എല്ലാം ഒരു 3 സംസ്ഥാനത്ത് ഒരുപോലെ റെയ്ഡ് നടത്തി. ഒരുപക്ഷെ ഇവർ കണ്ടെത്തിയിരിക്കുന്ന 11 പേർക്കപ്പുറം 35 പേരുണ്ടെന്ന് കണ്ടു, 8 സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കണ്ടു, 28ഓളം ഇടത്ത് റെയ്ഡ് നടക്കുമ്പോൾ അവരിത് ഏതൊക്കെ തലത്തിലേക്ക് പോകും, എവിടെയൊക്കെ തലത്തിലേക്ക് പോകുന്നുള്ള കാര്യം അവർ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കും. ആ സമയത്ത് പോലും ഇവിടെ SIT എന്ന് പറയുന്ന അല്ലെങ്കിൽ കോടതി ഏൽപ്പിച്ചിരിക്കുന്ന ഈ പറയുന്ന പോലീസ് സംവിധാനം അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇതുപോലെ ഒരു കാര്യങ്ങൾക്കും വ്യക്തത വരുത്തുന്നില്ല. നിഗൂഢത അല്ലെങ്കിൽ ഇതിനകത്ത് കടൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തത വരുത്തുന്നില്ല. ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ തെളിവ് സഹിതം രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന 2 വ്യവസായികൾ, ഡീമണി ഉൾപ്പെടെ ഉള്ളവരുടെ 2 പേരുടെ തെളിവ് സഹിതം അവിടെ കൊടുത്തിണക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അവരുടെ അധികാരം ഉപയോഗിച്ച് അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കുഴപ്പമില്ല എന്ന് കാണിക്കുമ്പോൾ സേഫ് സൈഡ് ആക്കുക. മനസ്സിലായി? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം കുഴപ്പക്കാരനാണോ കുഴപ്പക്കാരനല്ലയോ? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുഴപ്പക്കാരനല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരനല്ല. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന, നമ്മൾ സംശയിച്ചിരുന്ന ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും കൊണ്ടുപോയ സമയത്ത് ഒരുപക്ഷെ അവിടുന്ന് മാറ്റിക്കൂടാന്ന് നിയമമുള്ളപ്പോൾ, അങ്ങനെ അനുവദിച്ചുകൂടാത്തപ്പോൾ, അല്ലെങ്കിൽ കോടതി അവിടെ വെച്ചിരിക്കുന്ന അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അവരറിയാതെ വന്നപ്പോൾ അത് കൊണ്ടുപോയിട്ട് ജയറാമിൻ്റെ ചോദിച്ചപ്പോൾ ജയറാം ഒന്നും അറിഞ്ഞില്ല, അവിടെ വന്നപ്പോൾ വിളിച്ച് പൂജിച്ചെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിനകത്ത് നിഗൂഢതയും അല്ലെങ്കിൽ വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നടത്താൻ സാധ്യതയുള്ള ആൾക്കാരെ എല്ലാം ഇതിനകത്തുനിന്ന് വെളിയിൽ വിടുന്ന രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കോടതി പറഞ്ഞിരുന്ന പ്രതികളെ ഈ പറയുന്ന SIT സംഘം നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണം കഴിയാൻ. അല്ല, നിവൃത്തിയില്ലാതെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ആ പ്രതികളുടെ പുറത്ത് ആരോപിച്ചിരുന്ന കുറ്റങ്ങൾക്ക് വേണ്ട വിധത്തിൽ തെളിവുകൾ നൽകാതെ അല്ലെങ്കിൽ കുറ്റപത്രം നൽകാതെ, ഏറ്റവും അവസാനം ഈ പറയുന്ന ഇപ്പം നമ്മുടെ പപ്പൻ്റെ പോലും ജാമ്യം കിട്ടും. കാരണം പപ്പൻ അവിടെ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളതിന് അതിന് 2 സാക്ഷികളെ വെച്ച് മാത്രം ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്താൽ മതി. ആ സാക്ഷികളെ വെച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഇത് പരിശോധിക്കാനുള്ള അനുമതി ചോദിക്കും. ഇത് പരിശോധിക്കാനുള്ള അനുമതി, അതായത് ഒപ്പ്, ഹാൻഡ് റൈറ്റിംഗ്, മിനിറ്റ്സ്, ഇത് ഇന്ന കാലയളവിൽ ഉണ്ടായതാണോ അതിൻ്റെ പഴക്കം പരിശോധിക്കാനുള്ള അനുമതി ചോദിച്ച്, അനുമതി ചോദിക്കുന്നത് കൊടുക്കേണ്ട ആരാ? സർക്കാർ സംവിധാനമല്ല. കൊടുക്കാൻ താമസിച്ചാൽ പോരെ, അത് നീട്ടിക്കൊണ്ട് പോയാൽ പോരെ. അപ്പോൾ കോടതി വിചാരിക്കുന്ന സമയത്ത് അവിടെ ആ കുറ്റപത്രം ആ രീതിയിൽ കൊടുക്കാതിരുന്നാൽ പോരെ. ഇതിന് കഴിഞ്ഞ ദിവസം ഒരു SP സംസാരിക്കുന്നത് ഞാൻ കേട്ട, ഇതിന് അങ്ങനെയൊന്നും പോകണ്ട. പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കുന്നതിന് ഇത് ഒപ്പിട്ടതിന് കണ്ടതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരുടെ മൊഴികളുണ്ടല്ലോ, അതിന് തെളിവുകളുണ്ടല്ലോ, അത് മാത്രം മതി. അതിനുശേഷം വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി അതിനെ അയച്ചാൽ മതി. അപ്പം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും ഈ കേസ് തീർക്കുന്നതിന് വേണ്ടി, അതായത് കോടികളുടെ
ആന്റിക് ബിസിനസ് കാലങ്ങളായിട്ട് നടക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് നടത്തിയിരിക്കുന്നു. അതിൻ്റെ പുറകിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ എല്ലാവരും ഉണ്ടായിരിക്കുന്നു. അത് കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, ഒരുപക്ഷെ BJP ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഏതായാലും ഈ കേസ് എത്ര വിളിച്ചു പറഞ്ഞാലും, എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും, എത്ര ചാനലുകൾ ഓരോന്നോരോന്ന് വെളിയിൽ കൊണ്ടുവന്നാലും അതിൻ്റെ അന്വേഷിക്കേണ്ടതും അല്ലെങ്കിൽ ആ അന്വേഷിച്ച് കോടതിയിൽ കൊടുക്കേണ്ടതുമായിട്ട് ഉള്ള രീതിയിൽ വ്യത്യാസപ്പെടുത്തി, അല്ലെ വേണ്ട രീതിയിലല്ലാക്കി, അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കി ഇത് ഒരു നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഇടനിലക്കാരനായിരുന്നു. അയാൾ അവിടെ നിന്ന് വളരെ കാലമായിട്ട് ആൻറ്റിക് ബിസിനസ്, അതായത് ശബരിമലയിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടായിരുന്ന പല സാധനങ്ങളും കടൽ കടന്നിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ അതിനുശേഷം അത് കൊണ്ടുവച്ച് അതേ രൂപത്തിൽ പണിഞ്ഞിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടി വരും.